بسم الله الرحمن الرحيم. لو أراد الله أن يتخذ ولدا لاصطفى مما يخلق ما يشاء سبحانه هو الله الواحد القهار خلق السماوات والأرض بالحق يكور الليل على النهار ويكور النهار على الليل وسخر الشمس والقمر كل يجري لأجل مسمى ألا هو العزيز الغفار خلقكم من نفس واحدة ثم جعل منها زوجها وأنزل لكم من الأنعام 8 أزواج يخلقكم في بطون أمهاتكم خلقا من بعد خلق في ظلمات 3 ذلكم الله ربكم له الملك لا إله إلا هو فأنى تصرفون إن تكفروا فإن الله غني عنكم ولا يرضى لعباده الكفر وإن تشكروا يرضه لكم ولا تزر وازرة وزر أخرى ثم إلى ربكم مرجعكم فينبئكم بما كنتم تعملون إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا هذا زمان كثرت فيه البدع واضطربت عليه أمواج الخدع لم يبق من دين الهدى إلا اسمه
ولا من القرآن إلا رسمه هيهات قد غاضت ينابيع الهدى وفاض بحر الجهل والزيغ بدا أين دعاة الدين أهل العلم قد سالفوا والله قبل اليوم وهاجت الطائفة الدجاجلا السالكون للطريق الباطلا وكثرت أهل الدعاوى الكاذبا وصارت البدعات فيهم غالبا. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഈ വിജ്ഞാന വേദിയിൽ വന്നു ചേർന്നിട്ടുള്ള ആദരണീയരായ പണ്ഡിതന്മാരെ, എൻ്റെ സഹപ്രവർത്തകന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ ശബ്ദം എവിടെ നിന്നായാലും ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നെറ്റ് സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നമ്മിലെല്ലാവരിലും ധാരാളമായി ചൊരിഞ്ഞു തന്നുകൊണ്ട് നമ്മുടെ ചെറുതും വലുതുമായ സർവ്വദോഷങ്ങളും പൊറുത്തു തന്നുകൊണ്ട് നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മഹാന്മാരായ ആളുകളുടെ കൂടെ സ്വർഗലോകത്ത് എത്തിച്ചേരാനുള്ള സൗഭാഗ്യം നൽകിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പരിസര പ്രദേശങ്ങളിൽ എടപ്പാളിലും അതുപോലെ തന്നെ അയിലക്കാടും മാറഞ്ചേരിയിലും അതുപോലെ തൊട്ടടുത്ത പല പ്രദേശങ്ങളിലും പല സന്ദർഭങ്ങളിലായി സംസാരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ഉണർത്തുവാനുള്ളത്, സഹോദരങ്ങളെ, നാമെല്ലാം മരണപ്പെട്ടു പോകേണ്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ സാധുക്കളായ നാം എല്ലാം പോയി നിൽക്കുമ്പോൾ നമുക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടണം. കത്തിയാളുന്ന നരകത്തിയിൽ പെടാതെ നമുക്ക് രക്ഷ കിട്ടണം. മഹാന്മാരായ അമ്പിയാക്കൾ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങൾ, സാലിഹീങ്ങൾ ഇവരുടെയൊക്കെ ചാരത്തണഞ്ഞുകൊണ്ട് സ്വർഗത്തിലെത്താൻ നമുക്കൊക്കെ തൗഫീഖ് കിട്ടണം എന്ന വലിയ ആഗ്രഹമാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉള്ളത്. ഈ ആഗ്രഹം പൂവണിഞ്ഞു കിട്ടുവാൻ സഹോദരങ്ങളെ, നാം ഏവരും ശ്രദ്ധിക്കേണ്ടുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഈ ലോകത്തേക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ ആ മാർഗം ഏതാണെന്ന് വിശദീകരിച്ച് തരാനാണ് മഹാന്മാരായ പ്രവാചകന്മാരെ അഖിലം ഇങ്ങോട്ട് അയച്ചു തന്നത്. ഒന്നാമത്തെ മനുഷ്യനും ഒന്നാമത്തെ നബിയുമായ മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭാര്യയായ ഹവ്വാ റളിയല്ലാഹു അൻഹയും ഒത്തുകൊണ്ട് ഈ ഭൂമിയിൽ വരുമ്പോൾ ലോകത്തിന്റെ നാഥൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى فَمَن تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ.
നിങ്ങൾക്ക് എന്നിൽ നിന്ന് സന്മാർഗത്തിന്റെ ദർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട ഒന്നാമത്തെ മനുഷ്യൻ, ആ മനുഷ്യന്റെ കൂടെ ഈ ലോകത്തേക്ക് ഇറങ്ങി വരുന്ന ഒന്നാമത്തെ സ്ത്രീ, മഹാന്മാരായ ആദം അലൈഹിസ്സലാം, അതുപോലെ തന്നെ ഹവ്വാ റളിയല്ലാഹു അൻഹാ, ഈ ഭൂമിയിലെ മനുഷ്യവാസം ആരംഭിക്കുന്ന ഒന്നാമത്തെ തീയതി തന്നെ അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മാർഗനിർദ്ദേശങ്ങളെ ആര് പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നുവോ അവരുടെ മേൽ ഭയമില്ല, അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല. അതേ അവസരത്തിൽ ആ മാർഗദർശനത്തെ ആര് തള്ളിക്കളയുകയും നിഷേധിക്കുകയും ചെയ്യുന്നുവോ അവർക്ക് കഠോരമായ ശിക്ഷയാണ്. നരകത്തീ അവർക്ക് ശാശ്വതമായി തന്നെ ഉള്ളതാണ്. ഒരു നിലക്കും അവർക്കതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല എന്ന ആശയം വരുന്ന പ്രത്യേകമായ നിർദ്ദേശവും അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകുകയുണ്ടായി. ഈ നിലക്ക് ഒന്നാമത്തെ മനുഷ്യൻ, ആ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിതം തുടങ്ങിയതാണ്. അല്ലാഹുവിങ്കൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കിട്ടുമ്പോൾ പടച്ച റബ്ബാണ് പറഞ്ഞതെന്ന നിലക്ക് സൃഷ്ടാവായ റബ്ബ് പറഞ്ഞതല്ലേ അനുസരിക്കേണ്ടത്. അതവർ ജീവിതത്തിൽ പകർത്തിപ്പോന്നു. മനുഷ്യരുടെ തലമുറ ഇവിടെ ഇങ്ങനെ വർദ്ധിച്ച് വരികയായി. കാലഘട്ടങ്ങളിൽ ആളുകൾക്ക് എന്തെങ്കിലും ദുഷിപ്പ് സംഭവിക്കുമ്പോൾ, അവരിൽ എന്തെങ്കിലും പോരായ്മകൾ സംഭവിക്കുമ്പോഴൊക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ അടിക്കടി പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നു. ആ പ്രത്യേകമായ ദൗത്യം പ്രവാചകന്മാരെ തുടർച്ചയായി ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക എന്ന പ്രധാനപ്പെട്ട ആ കാര്യം അല്ലാഹു ലോകത്തോട് ചെയ്ത ഏറ്റവും വലിയ കാരുണ്യമാണ്. സത്യമേതാണ് അസത്യമേതാണെന്നറിയാതെ ഇരുട്ടിൽ തപ്പാൻ ആളുകളെ വിടാതെ ഇന്നതൊക്കെയാണ് സത്യം പ്രിയപ്പെട്ടവരെ എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ റബ്ബുൽ ആലമീൻ അതാ പ്രവാചകന്മാരെ തുടർച്ചയായി അയച്ചുകൊണ്ടിരുന്നു. അങ്ങനെ തുടർച്ചയായി വന്ന് അവസാനം നമ്മുടെ നേതാവ്, അതേ ലോകത്തിന്റെ ഏറ്റവും വലിയ മഹാനായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമോടുകൂടി പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് വരിക എന്ന ആ പ്രത്യേകമായ പ്രക്രിയ അവസാനിപ്പിക്കുകയാണുണ്ടായത്. ഇനി ഒരു നബി ഈ ലോകത്തേക്ക് വരാനില്ല. ഇനി ഒരു നബി ഞാൻ നിങ്ങളിലേക്കുള്ള റസൂലാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി വരാനില്ല. ആരെങ്കിലും അങ്ങനെ വാദിക്കുന്നുവെങ്കിൽ അവർ വ്യാജന്മാരാണ്, കള്ളന്മാരാണ്. ആർക്കും അതിൽ സംശയവുമില്ല. ഈ നിലക്ക് ലോകത്തിന്റെ മുമ്പിലേക്ക് അയക്കപ്പെട്ട മഹാന്മാരായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും എല്ലാ പ്രവാചകന്മാരും അവരോട് ഏൽപ്പിക്കപ്പെട്ട കാര്യം കൃത്യമായി തന്നെ നിർദ്ദേശിച്ചതുപോലെ നടപ്പിൽ വരുത്തിയവരാണ്. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, എത്ര നല്ല മനുഷ്യര് ലോകത്ത് പ്രവർത്തിച്ചാലും, എത്ര മഹാന്മാരാണ് ജനങ്ങളോട് എത്ര നല്ല രൂപത്തിലാണ് ദഅവത്ത് നടത്തുന്നതെങ്കിലും ആ പ്രവാചകന്മാരോട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്, നിങ്ങൾക്കൊരിക്കലും പ്രയാസം തോന്നരുത്. നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കാൻ, ശാരീരികമായി ഉപദ്രവിക്കാൻ, മാനസികമായി പീഡിപ്പിക്കാനൊക്കെ ശത്രുക്കൾ ഏത് കാലഘട്ടത്തിലും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു റബ്ബുൽ ആലമീൻ സമാധാനിപ്പിച്ചിട്ടുണ്ട്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയിൻ അദുവൻ ശയാതീനൽ ഇൻസി വൽ ജിന്നി യൂഹി ബഅ്ദുഹും ഇലാ ബഅ്ദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറാ വലൗ ശാഅ റബ്ബുക മാ ഫഅലൂഹു ഫദർഹും വമാ യഫ്തറൂൻ വലിതസ്ഗാ ഇലൈഹി അഫ്ഇദത്തുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി വലിയർദൂഹു വലിയഖ്തരിഫൂ മാ ഹും മുഖ്തരിഫൂൻ. സൂറത്തുൽ അൻആമിലൂടെ റബ്ബുൽ ആലമീൻ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളും ഈ ആയത്ത് നന്നായി മനസ്സിൽ കൊണ്ട് നടക്കണം. ദഅവത്ത് രംഗത്തൊരിക്കലും നിരാശപ്പെടരുത്.
അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ക്ഷണം തുടർന്നുകൊണ്ടിരിക്കണം. ആര് നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും, ആര് പീഡിപ്പിച്ചാലും, ആര് പ്രയാസപ്പെടുത്തിയാലും ഈ ആദർശം ഒരിക്കലും കൈവിടരുത്. കാരണം നമ്മളൊക്കെ സാധുക്കളാണ്, പാപികളാണ്, പോരായ്മയുള്ളവരാണ്. അതേ അവസരത്തിൽ ഒരു പോരായ്മകളുമില്ലാത്ത മഹാന്മാരായ അമ്പിയാക്കന്മാർ ഒരു പോരായ്മയുമില്ലാതെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചവരാണ്. എന്നിട്ടും ആ നേതാക്കന്മാരെ അനുഭവിച്ചത് എത്രയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടായ വിഷമം എത്രയാണ്? ആ നബി തങ്ങളോട് അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നു, വകദാലിക ജഅൽനാ ലികുല്ലി നബിയിൻ അദുവാ. നബിയെ, അങ്ങ് സങ്കടപ്പെടണ്ട. എല്ലാ നബിമാർക്ക് തന്നെയും എല്ലാ നബിമാർക്കും നാം നിശ്ചയിച്ചിട്ടുണ്ട് പ്രകാരം. ഇത് താങ്കൾക്ക് മാത്രമുള്ള കാര്യമല്ല. അദുവാ, ഓരോ ശത്രുവിനെ. അവര് ശയാത്തീനൽ ഇൻസി വൽ ജിന്നി, അതേ ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമായ ശൈത്താന്മാർ. അവര് ശത്രുത വെക്കാത്ത ആളുകൾ ഉണ്ടായിട്ടില്ല. ആ ജനങ്ങൾ വന്നുകൊണ്ട്, അതല്ലെങ്കിൽ ഏത് നിലക്കുള്ള ശത്രുക്കളാവട്ടെ, അവരെന്താ ചെയ്തത്? യൂഹീ ബഅ്ദുഹും ഇലാ ബഅ്ദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറാ. അവരാളുകളോട് അവര് തമ്മിൽ ചില സ്വകാര്യങ്ങൾ കൈമാറുകയാണ്, പലതും അവർ പ്രചരിപ്പിക്കുകയാണ്. അതേ മോടിവാക്കുകൾ അവർ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയാണ്. ഇത് ലോകത്ത് നടന്നു വരുന്ന കാര്യമാണ്. വിഷമിക്കേണ്ടതില്ല നബിയെ, അതിലേക്ക് ശ്രദ്ധിക്കാനും കുറെ ആളുകൾ ഉണ്ടായേക്കും. പക്ഷേ നിങ്ങളൊരിക്കലും പതറിപ്പോകണ്ട. അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആശ്വസിപ്പിക്കുന്നു. നിങ്ങൾ ചിന്തിക്ക്, മഹാന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത പലതും ജനങ്ങൾ കെട്ടിപ്പറയുകയാണ്. എന്താണ് അങ്ങനെ പറയുന്നവരുടെ ലക്ഷ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാര് പഠിപ്പിക്കുന്ന ആദർശം ജനങ്ങൾ കേൾക്കാൻ ഇടവരരുത്. ആദർശം ജനങ്ങൾ കേട്ടുപോകാതെ അവരെ അതിൽ നിന്ന് തടയണം. അതിന് പല മാർഗങ്ങളാണ് എല്ലാ കാലത്തും അവർ ഉപയോഗപ്പെടുത്തുന്ന ശത്രുക്കൾ. ഭീഷണി അതിൽപ്പെട്ട ഒരു മാർഗമാണ്. കൊല്ലും എന്ന് പറഞ്ഞിട്ടുണ്ട്, എറിഞ്ഞോടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, നാട്ടിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, അതേ അഗ്നികുണ്ഡത്തിൽ എടുത്തെറിയപ്പെട്ടിട്ടുണ്ട്. ഒട്ടേറെ പരീക്ഷണങ്ങൾ മഹാന്മാരായ പ്രവാചകന്മാർക്കുണ്ടായിട്ടുണ്ട്. ഒരു നബിയുടെ സ്വഭാവം എന്താണോ ആ സ്വഭാവത്തിന് നിരക്കാത്ത, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പവിത്രതയ്ക്ക് യോജിക്കാത്ത ആരോപണങ്ങൾ ശത്രുക്കൾ എല്ലാ കാലത്തും പറഞ്ഞു വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചതാ ശത്രുക്കൾ സാഹിർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഷായിർ എന്ന് പറഞ്ഞിട്ടുണ്ട്, കാഹിൻ എന്ന് വിളിച്ചിട്ടുണ്ട്. എല്ലാത്തിനേക്കാളും ഗൗരവമായി മജ്നൂൻ, തലക്ക് സുഖമില്ലാത്തവനാണ്, ഭ്രാന്തനാണെന്ന് വരെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് റബ്ബുൽ ആലമീൻ ഏൽപ്പിച്ച ദൗത്യം നിർത്തിയിട്ടില്ല. എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. ആമുഖമായി എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത് അതാണ്. ഈ സത്യം മനസ്സിലാക്കിയിട്ടില്ലാത്ത ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതേ, നിങ്ങളവരെ സമീപിക്കണം. അവരെ സമീപിക്കുമ്പോൾ പ്രതികരണം ഒരിക്കലും നല്ലതാവില്ല. നിങ്ങൾക്ക് നാട്ടിലുണ്ടാകുന്ന വീര്യവും വിലയും ഒക്കെ നഷ്ടപ്പെട്ടു പോയേക്കാം. നിങ്ങളെ ഭ്രാന്തനെന്ന് വിളിച്ചേക്കാം, നിങ്ങളെ മോശക്കാരനെന്ന് പറഞ്ഞേക്കാം. നിങ്ങളൊരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത അപരാധങ്ങൾ നിങ്ങളെപ്പറ്റി പറഞ്ഞു വരുത്തിയേക്കാം. അതേ സമയത്ത് മുശ്രിക്കോ മുസ്ലിമോ എന്ന് തീർത്ത് കൽപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ മുസ്ലിമിന്റെ വേഷവും കോലവും സ്വീകരിച്ച് മുസ്ലിമിന് വിരുദ്ധമായി പ്രവർത്തിച്ചിരുന്ന കപടവിശ്വാസികളായ മുനാഫിക്കുകള് ആ കാലത്തുണ്ടായിരുന്നു. അവരുടെ നേതാവായിരുന്നു അബ്ദുല്ലാഹിബിന് ഉബയ്യിബിന് സുലൂൽ എന്ന് പറയുന്ന മനുഷ്യൻ. അതേ നിലയിൽ ഇന്ന് മുഅ്മിനീങ്ങളുടെ നേതൃത്വം നമ്മുടെ താജുൽ ഉലമയും ശൈഖുന കാന്തപുരം ഉസ്താദും മുഅ്മിനീങ്ങളുടെ നേതാക്കളായി ഇന്ന് നമുക്ക് ലോകത്ത് നേതൃത്വം നൽകുമ്പോൾ, മുനാഫിക്കുകളുടെ നേതാക്കളായി ഞാൻ തീർത്തു പറയുന്നു, കേരള നെതുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടന, അതിന്റെ ശരിയായ പേര് കേരള നെതുവത്തുൽ മുനാഫിഖീൻ എന്നാണ്. അതിന്റെ നേതാവ് എ പി അബ്ദുൽ ഖാദർ മൗലവിയും അതുപോലെ ടി.പി. അബ്ദുള്ള കോയ മദനിയും പഴയ പാരമ്പര്യത്തിലെ മുനാഫിഖ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളാകുന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. മുശ്രിക്കുകളുടെ നേതാക്കൾ ആരാണ് എന്നിവിടെ പറയേണ്ട കാര്യമില്ല. അതെല്ലാവർക്കും ബോധ്യമായതുകൊണ്ട് എടുത്തു പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ ഒരിക്കലും പതറാതെ
അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഈ ആദർശ രംഗത്ത് അടിയുറച്ചു നിന്നോളണം. ഈ ആദർശം പ്രിയപ്പെട്ടവരെ നമുക്ക് കൊണ്ട് നടക്കാൻ മാത്രമുള്ളതല്ല. ആ ആദർശം നമ്മൾ കൊണ്ട് നടക്കുന്നത് പോലെ തന്നെ നമ്മുടെ ബാധ്യതയല്ലേ അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞത്? വൽ അസ്റി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. എല്ലാ സഹോദരങ്ങൾക്കും മനപ്പാടമുള്ള ആയത്തല്ലേ, സൂറത്തല്ലേ അത്? എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ്, പരാജയത്തിലാണ്. ആ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹ് പറയുന്ന 4 കാര്യങ്ങൾ എന്നിലും നിങ്ങളിലും വേണം. ഒന്ന്, യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസം ഞാനും നിങ്ങളും സ്വീകരിക്കണം. ആ വിശ്വാസത്തിനനുസരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. അതുകൊണ്ടും മാത്രം ആ സൂറത്ത് അവസാനിപ്പിച്ചിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നന്നായി ജീവിച്ചാൽ മതിയെന്ന് സമാധാനിക്കാമായിരുന്നു. പക്ഷേ സത്യവിശ്വാസം സ്വീകരിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ആ മനസ്സിലാക്കിയ വിശ്വാസത്തെയും സൽക്കർമ്മത്തെയും അത് മനസ്സിലാക്കിയിട്ടില്ലാത്തവരോട് സ്നേഹബുദ്ധിയാ പറയേണ്ട ഉത്തരവാദിത്വവും ശക്തമായ നിലക്കവരോട് വസിയത്ത് നൽകേണ്ട ഉത്തരവാദിത്വവും നമുക്കുണ്ട്. അതാണ് വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. ഹഖ് ഉപദേശിക്കാൻ നിങ്ങളായിരുന്നാലും ഞാനായിരുന്നാലും ആരായിരുന്നാലും ആത്മാർത്ഥമായി ഒരുങ്ങി പുറപ്പെട്ടാൽ ശത്രുക്കൾ ഉറപ്പാണ്. അകത്തും ശത്രു തന്നെ, പുറത്തും ശത്രു തന്നെ, എല്ലായിടത്തും ശത്രുക്കൾ കണ്ടേക്കും. പക്ഷേ ഒരു നിലക്കും അതെ എനിക്കിനി പണിയാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒളിച്ചോടാൻ പാടില്ല. നന്നായി സബർ ചെയ്യണം. വതവാസൗ ബിസ് സബ്ർ, സഹിക്കണം, സഹനം കൊണ്ട് ഉപദേശിക്കണം. ആ നിലക്കുള്ള സബറോടുകൂടി പിടിച്ചു നിന്നാലല്ലാതെ അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് രക്ഷയില്ലെന്നാണ് പ്രിയ സഹോദരന്മാരെ ഈ ഓതിക്കേൽപ്പിച്ച നിങ്ങൾക്കെല്ലാം സുപരിചിതമായ സൂറത്തുൽ അസ്റിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നത്. ഇതെന്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതേ, ഇന്ന് ഞാനോ നിങ്ങളോ മരണപ്പെട്ട് കഴിഞ്ഞാൽ, അതേ തൊട്ടടുത്ത സമയം നമ്മളതാ നമ്മുടെ ജനാസ കുളിപ്പിക്കപ്പെട്ട് നിസ്കാരം നിർവഹിക്കപ്പെട്ട് ഖബറിലെത്തിക്കഴിഞ്ഞാൽ പടച്ച റബ്ബിന്റെ മലക്കുകൾ വരവായല്ലോ, ചോദ്യമായല്ലോ. അവിടെ നമുക്ക് ഉത്തരം നൽകണമെങ്കിൽ വളരെയേറെ ശ്രദ്ധയോടെ ഇവിടെ അതിനുവേണ്ടി പ്രവർത്തിക്കണം. അത് പറഞ്ഞവർക്ക്, അത് ആ രൂപത്തിൽ പ്രവർത്തിച്ചവർക്കല്ലാതെ ഒരിക്കലും ഖബറിൽ രക്ഷയില്ല. പരലോക കോടതിയിൽ നാം എല്ലാവരും ഒറ്റക്കാണെന്ന് ഓർക്കണം. ഏത് കാര്യത്തിൽ ഒറ്റക്കാണ്? എന്റെ കാര്യം ഞാൻ തന്നെ നോക്കണം. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. ഈ പ്രശ്നം പ്രത്യേകമായി എന്റെ സഹോദരിമാരും സഹോദരന്മാരും ഈ ആയത്ത് പഠിച്ചു വെച്ചോ. വകുല്ലുഹും ആതീഹി, എല്ലാവരും തന്നെ റബ്ബിന്റെ കോടതിയിൽ ചെന്നു നിൽക്കുന്നത് അതേ ഫർദാ, ഒറ്റക്കൊറ്റക്കാണ്. എന്നെ തിന്മയിലേക്ക് പ്രേരിപ്പിച്ച ഒരാളും എനിക്ക് വാദിക്കാൻ അവിടെയില്ല. എന്നെ പേടിപ്പിച്ച് എന്റെ ഇസ്ലാമികമായ പ്രവർത്തനത്തിൽ നിന്ന് എന്നെ മുടക്കുന്നവർ എന്റെ രക്ഷക്കവിടെയില്ല. എന്നെക്കുറിച്ച് പരിഹാസം പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കുന്നവർ എന്റെ രക്ഷക്കവിടെയില്ല. പലർക്കും വേണ്ടി നമ്മൾ ഇതാ സത്യം മൂടിവെക്കുകയാണെങ്കിൽ, ആർക്കൊക്കെ വേണ്ടി നമ്മൾ സത്യം മൂടിവെച്ചുവോ? ഉപ്പാക്ക് വേണ്ടിയാണോ മൂടിവെച്ചത്? ഉമ്മക്ക് വേണ്ടിയാണോ മൂടിവെച്ചത്? ഭർത്താവിന് വേണ്ടിയാണോ സത്യം അംഗീകരിക്കാതിരുന്നത്? ഭാര്യയ്ക്ക് വേണ്ടിയാണോ സത്യം അംഗീകരിക്കാതിരുന്നത്? അയൽക്കാർക്ക് വേണ്ടിയും കുടുംബക്കാർക്ക് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയും ഒക്കെയാണോ ഈ സത്യം മൂടിവെക്കുന്നതെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും നല്ലവരായ ആളുകളുടെയും ഒക്കെ ശാപം നമുക്കാണ്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനൂൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നു, നാം ഇറക്കി തന്നിട്ടുള്ള സന്മാർഗം, ആ സന്മാർഗം ഏതാണെന്ന് പഠിച്ചിട്ട്, അതറിഞ്ഞിട്ട്, അത് കേട്ടിട്ട്, അത് മനസ്സിലാക്കിയിട്ടും ആ സത്യത്തെ ആളുകളുടെ മുമ്പിൽ പറയാതെ, പറയേണ്ടിടത്ത് പറയാതെ, പറയേണ്ടവരോട് പറയാതെ,
അത് മൂടിവെക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഓരോരുത്തർക്കും ഈ ഒരു ഘട്ടം സംജാതമാകും. എനിക്കും നിങ്ങൾക്കുമൊക്കെ സംജാതമാകും. നമ്മുടെ പ്രത്യേകമായ ഓരോ സന്ദർഭങ്ങളിൽ സംജാതമാകും. അത്തരം ഘട്ടങ്ങളിൽ നമ്മുടെ കഴിവനുസരിച്ചുകൊണ്ട് അല്ലാഹുവേ നീയാണ് പ്രതിഫലം തരേണ്ടത്, നിന്നിൽ നിന്നാണ് ഞാൻ പ്രതിഫലം ആശിക്കുന്നത്, ആ നിയ്യത്തോടുകൂടി പ്രത്യേകമായി നാം മനസ്സിലാക്കിയ സത്യത്തിലേക്ക് ആളുകളെ ഏതു മാർഗേണയാണ് ഒരാൾക്ക് കഴിവുള്ളതെങ്കിൽ അതിലൂടെ ക്ഷണിക്കാതെ മൂടിവെച്ചാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നത് അത്തരത്തിലുള്ള ആളുകൾക്ക് കഠിനകഠോരമായ ശിക്ഷയാണ്, ശാപമാണ് അവർക്കുള്ളത്. ശപിക്കുന്നവര് മുഴുവനും അവരെ ശപിക്കുന്നതാണ്. ലോകത്തിന്റെ മുഴുവൻ, അത് നല്ലവരുടെ മുഴുവൻ ശാപം, അല്ലാഹുവിന്റെ ശാപം, മലായികത്തുകളുടെ ശാപം, നല്ലവരായ മനുഷ്യരുടെ മുഴുവൻ ശാപം ഏൽക്കേണ്ടി വരുന്ന ആ ഒരു ദുരന്തത്തിൽ പെടാതിരിക്കണ്ടേ പ്രിയപ്പെട്ട ഉമ്മമാരെ? ആ ദുരന്തത്തിന്റെ വക്താക്കളാവാതിരിക്കണ്ടേ പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാരെ? അതുകൊണ്ട് ആമുഖമായി എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, ഈ ദൗത്യം നമ്മൾ ഏറ്റെടുത്തവരാണ്. ഇത് നമ്മുടെ ബാധ്യതയാണ്. ഇതിൽ നിന്നൊരാളും ഒഴിവല്ല. ഖുർആൻ ഇന്നൽ ഇൻസാൻ എന്നല്ലേ പറഞ്ഞത്? അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ സർവ മനുഷ്യരും എന്നല്ലേ? സർവ മനുഷ്യരുടെയും ബാധ്യതയല്ലേ? ഓരോരുത്തരുടെയും കഴിവ് വ്യത്യസ്തങ്ങളായിരിക്കാം. വ്യത്യസ്തങ്ങളായ കഴിവാണ് നൽകപ്പെട്ടിട്ടുള്ളത്. നൽകപ്പെടാത്ത ഒരു കഴിവിനെ അല്ലാഹ് ചോദ്യം ചെയ്യുകയില്ല. അതല്ലാഹ് നമ്മളോട് നിർബന്ധിക്കുന്നുമില്ല. ഓരോരുത്തർക്കും കിട്ടിയ കഴിവ് സമ്പത്ത് കൊണ്ടായിരിക്കാം, ശാരീരികം കൊണ്ടായിരിക്കാം, അതെ ഓരോരുത്തരുടെയും സംസാര വൈഭവം കൊണ്ടായിരിക്കാം, എഴുതാനുള്ള പ്രാഗൽഭ്യം കൊണ്ടായിരിക്കാം, ഒരാളെ ടെലിഫോണിൽ സംസാരിച്ചു കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഇമെയിൽ അയച്ചുകൊണ്ടായിരിക്കാം. ഏത് നിലക്കാണ് ഒരു സഹോദരനോട് അല്ലാഹുവേ ഇതെന്നെ പോലെയുള്ള ഒരു സഹോദരനാണ്, സഹോദരിയാണ്, നാളെ മഹ്ശറിൽ നരകത്തിൽ ഈ മനുഷ്യൻ ചാടാൻ പാടില്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. ചിന്തിക്കണേ എന്റെ ശ്രോതാക്കളെ. മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളിൽ ഒരാളും സമ്പൂർണ്ണ സത്യവിശ്വാസി മുഅ്മിനാവുകയില്ല ഹത്താ യുഹിബ്ബ ലിഅഖീഹി, തന്റെ സഹോദരന് വേണ്ടി അവൻ ഇഷ്ടപ്പെടുന്നത് വരെ. മാ യുഹിബ്ബു ലിനഫ്സിഹി, തനിക്ക് വേണ്ടി എന്താണോ താൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അത് തന്റെ സഹോദരനും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ലെന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, സ്വർഗത്തെക്കാൾ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ലോകത്തെ മറ്റെന്താണ്? നരകത്തെക്കാൾ നമ്മൾ ഭയപ്പെടുന്നത് വേറെ എന്താണ്? അതല്ലേ നമ്മുടെ വലിയ സന്തോഷം, അതല്ലേ നമ്മുടെ വലിയ പേടി. എങ്കിൽ ആ സന്തോഷത്തിൽ എന്റെ കുടുംബം പെടണം, എന്റെ മക്കള് പെടണം, എന്റെ ഭാര്യയുണ്ടാകണം, എന്റെ ഭർത്താവ് ഉണ്ടാകണം, ഞാൻ വളർത്തിയുണ്ടാക്കിയ സന്താനങ്ങൾ ഉണ്ടാകണം, ഞാൻ ചുംബിച്ച് താരാട്ടി പാട്ടി വളർത്തിയുണ്ടാക്കിയ എന്റെ പൊന്നോമന മക്കൾ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാലും എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് പോയിട്ട് ഇസ്ലാമിന്റെ യാതൊരു നിലക്കുള്ള ജീവിതവുമില്ലാതെ തെമ്മാടി കൂട്ടങ്ങളായി ജീവിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരാൾ മരണപ്പെട്ട് പോയാലും അയാളിലേക്ക് ഇങ്ങനെ മുറിയാതെ എത്തിക്കൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയത് പരമപ്രധാനമായ ഒരു കാര്യം നമ്മുടെ സന്താനങ്ങളാണ്. ആ സന്താനങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാകണം. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാവണം. അതിനവരെ ഇസ്ലാം പഠിപ്പിക്കണം. ആ നിലക്കുള്ള ഇസ്ലാമികമായ ബോധം അവരിൽ ഉണ്ടാക്കണം. ഏത് വിദ്യാഭ്യാസവും നമ്മുടെ മക്കൾക്ക് അന്യമല്ല, ഏത് വിദ്യാഭ്യാസവും നമുക്ക് നൽകാമല്ലോ. പക്ഷേ മതബോധം ഒരിക്കലും അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ ഇടവരരുത്. ഇത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ആ ആഗ്രഹം തനിക്കുള്ള ആഗ്രഹം തന്റെ സഹോദരങ്ങൾക്കും ഉണ്ടാകണമെന്ന ആഗ്രഹം നമുക്കുണ്ടാകുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയ സത്യം അറിഞ്ഞിട്ടില്ലാത്തവരോട് അത് പറയേണ്ട ബാധ്യത എനിക്ക് വരുന്നത്. ഇതെന്റെ എല്ലാ സഹോദരങ്ങളും വളരെ കൃത്യമായി തന്നെ ശ്രദ്ധിക്കണേ.
എന്ന് ആമുഖമായി കൊണ്ട് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. ഇനി പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ ഈ ലോകത്ത് ശരിയായ രൂപത്തിലുള്ള ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് പോലും ശത്രുക്കൾ പറഞ്ഞതെന്താണ്? ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. നിങ്ങൾ ഈ ഖുർആൻ കേട്ടു പോകരുത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ആകർഷകമായി ഖുർആൻ ഓതുകയാണ്. അവിടുത്തെ ചുണ്ടിലൂടെ നിർഗളിച്ചു വരുന്ന മഹനീയമായ ഖുർആനിക ധാരകൾ കേൾക്കുന്നവരെ വല്ലാതെ ആകർഷിക്കുന്നു. അത് ജനങ്ങൾ ചിന്തിക്കുകയാണ്. അതേ, ആബാലവൃദ്ധം ജനങ്ങളിലേക്കും അതിങ്ങനെ ആകർഷിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ഭീഷണി നടക്കുന്നില്ല പലപ്പോഴും, ഏഷണി നടക്കുന്നില്ല പലപ്പോഴും. അവസാനം അബൂജഹിൽ അവന്റെ അനുയായികളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറഞ്ഞത്, അവരോടെല്ലാവരോടും അവന്റെ വസിയത്ത് കേൾക്കാൻ പോകരുത്. നല്ല സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കുന്ന മുതഅല്ലിമീങ്ങളും മുഅ്മിനീങ്ങളും തന്നെ സുന്നിയല്ലാത്തവൻ പ്രസംഗിക്കുന്ന സദസ്സ് പോയിട്ട് അടുത്തോ ദൂരെയോ നിന്നിട്ട് കേൾക്കുക. കടുത്ത ഹറാം, കേൾക്കൽ ഹറാം. പിന്നെ ആഖിറത്തിലെത്തിയിട്ട് ഉലമാര് പറഞ്ഞില്ല എന്ന് പറയണ്ട, കേൾക്കൽ ഹറാം. സീഡി കേൾക്കലും ഹറാം. ഞാൻ സ്ത്രീകളോടൊക്കെ പറയും, സുന്നിയല്ലാത്തവന്റെ സീഡി കേൾക്കലൊക്കെ ഹറാം. കേട്ടുപോകരുത്. കേട്ടാൽ അവനറിയാം, കേട്ടാൽ മാറ്റം വരും. കേട്ടാൽ പിന്നെ പ്രശ്നമാണെന്ന് അബൂജഹലിന് അറിയാം. കാരണം അബൂജഹൽ അല്ലാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തുന്നത് മുഹമ്മദിനെ ഭ്രാന്താണെന്നല്ലേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നെങ്ങാനും നേരിട്ട് കേട്ടാൽ ഇത് ഭ്രാന്തനല്ല, റഹ്മത്തുൽ ലിൽ ആലമീൻ, സർവലോകർക്കും കാരുണ്യമായി കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ അയച്ചിട്ടുള്ള മഹാനായ നേതാവാണെന്ന് ബോധ്യമാകാതിരിക്കില്ലല്ലോ. അത് മനസ്സിലാക്കിയ ശത്രുക്കൾ പണ്ടേ പ്രയോഗിച്ച ഏറ്റവും വലിയ ഒരായുധം എന്താണ്? കേൾക്കാൻ പോകരുത്. കേട്ടാൽ പഴച്ചു പോകും. അവര് നരകത്തിലെ പാർട്ടിയാണ്, അവര് പുത്തൻവാദികളാണ്, അവര് കുഴപ്പക്കാരാണ്. ഇങ്ങനെയൊക്കെ പണ്ട് മുതലേ ആളുകളെ തടഞ്ഞപ്പോഴും അന്നും ജനങ്ങൾ പലരും അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖുർആൻ കേൾക്കാൻ വന്നു, അവിടുത്തെ ഹദീസ് കേൾക്കാൻ വന്നു, അവിടുത്തെ സംസാരത്തിന്റെ മജ്ലിസുകളിൽ പോയിരുന്നു. അതേ ഭക്തിയോടുകൂടി അവിടുത്തെ വായിൽ നിന്ന് ഉതിർന്നുകൊണ്ടിരിക്കുന്ന മുത്തുമണികളെ അവരവരുടെ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങി. കേവലം ചെവികൾ കൊണ്ട് കേട്ടതല്ല. സഹോദരന്മാരെ, പറയുന്നവരും കേൾക്കുന്നവരും ഒരു കാര്യം മനസ്സിലാക്കണം. പറയുന്നത് ഹൃദയത്തിൽ തട്ടിയായിരിക്കണം. കേൾക്കുന്നത് കേവലം കാതുകൊണ്ടുള്ള കേൾവിയായാൽ പോരാ, സത്യമാണെങ്കിൽ അത് ഏറ്റുവാങ്ങണം ഹൃദയത്തിൽ. അതല്ലേ നല്ലവരുടെ സ്വഭാവം. അവിടെ ആരെയാണ് നമുക്ക് പേടിക്കാനുള്ളത്? ആര് പേടിപ്പിച്ചിട്ടെന്താ? ഈ ലോകത്തല്ലാതെ ആർക്കെന്ത് ചെയ്യാൻ സാധിക്കും? ആര് ഭീഷണിപ്പെടുത്തിയാലും, ആരുടെ മുഖം തെളിഞ്ഞില്ലെങ്കിലും, ആർക്കിഷ്ടമല്ലെങ്കിലും നമ്മുടെ ഖബറിൽ നമ്മൾ ഒറ്റക്കല്ലേ. നിന്റെ റബ്ബാരെന്ന ചോദ്യം വരുമ്പോ, നബി തങ്ങളെ കുറിച്ചുള്ള ചോദ്യം വരുമ്പോ, ഇസ്ലാമിനെ കുറിച്ചുള്ള ചോദ്യം വരുമ്പോൾ ആ സമയത്ത് നമ്മെ രക്ഷപ്പെടുത്താൻ നമുക്കാരുമില്ലല്ലോ. അവനവന്റെ ഖബറിൽ അവരവര് ഒറ്റക്കല്ലേ. ആ ബോധം നമുക്കുണ്ടാകണം. സത്യം ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ സ്വീകരിക്കാൻ തടസ്സമുണ്ടാകരുത്. അത് അല്ലാഹു തരുന്നൊരു തൗഫീഖാണ്. അതൊരാളെ കൊണ്ടും നൽകാൻ കഴിയൂല കേട്ടോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വരെ അവിടുന്ന് ആഗ്രഹിച്ച ആളുകളെ എല്ലാവരെയും സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. സ്വന്തം നിഴൽ പോലെ ഒപ്പം നടന്നിരുന്ന അബൂ താലിബ് എത്ര സഹായം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചെയ്ത മനുഷ്യനാണ്. എല്ലാ രംഗത്തും സഹായം ചെയ്തയാളാണ്. പക്ഷേ മരിച്ചത് കാഫിറായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്തും പോയി നോക്കി. അതിലും പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പാഠമുണ്ട്. എത്ര തവണ ഒരാൾ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിലും ദഅവത്ത് നിർത്തരുത്. നബി തങ്ങളതാ പലതവണ പറഞ്ഞു നോക്കിയതാണ്. അവിടുത്തേക്ക് എന്നാലും നിരാശയില്ല. അബൂ താലിബ് ഒന്ന് രക്ഷപ്പെടണം എന്ന ആഗ്രഹമേ അവിടുത്തേക്കുള്ളൂ. എല്ലാവരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നവർക്കും ഉണ്ടായിരിക്കേണ്ടത് അതാണ്. നമുക്കാരോടും വ്യക്തിപരമായി വിദ്വേഷമില്ല, ആരോടും നമുക്ക് പകയില്ല, ആരെയും നമുക്ക് അടിച്ചൊതുക്കാനുമല്ല, ആരെയും അടിച്ചിരുത്താനോ ശകാരിക്കാനോ അല്ല. പക്ഷേ എല്ലാവരും നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടണം, എല്ലാവരും സ്വർഗത്തിലെത്തണം. ആ മോഹമാണല്ലോ പ്രിയപ്പെട്ടവരെ നമ്മെ എല്ലാവരെയും ഇതിന് പ്രേരിപ്പിച്ചത്.
നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ സഹിച്ച് നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? നമുക്ക് ഇൽമ് കിട്ടാനല്ലേ? നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാനല്ലേ? നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ സ്വർഗത്തിലെത്തണം എന്ന മോഹം കൊണ്ടല്ലേ? അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സന്ദർഭത്തിലും പോയി പറഞ്ഞു, യാ അമ്മീ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. പിതൃവ്യനെ വിളിച്ചുകൊണ്ട് പറയുന്നു. അയാൾ അതിന് കൂട്ടാക്കിയില്ല. അയാൾ കാഫിറായി തന്നെ മരിച്ചു പോവുകയാണ്. കാരണം അയാൾക്ക് സത്യം അറിയാഞ്ഞിട്ടല്ല, സത്യം അയാൾക്കറിയാം. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മോന് പറയുന്നത് തന്നെയാണ് സത്യമെന്നറിയാം. എന്നിട്ടും എന്തേ നാട്ടുകാരെ അബൂ താലിബ് പേടിച്ചു. മരണശേഷം ആളുകൾ പറയില്ലേ, അബൂ താലിബ് പുത്തൻവാദിയായി, അബൂ താലിബ് ആ ചെറുക്കന്റെ പിന്നാലെ പോയി എന്നൊക്കെ ആളുകൾ പറയില്ലേ എന്ന് വിചാരിച്ചുകൊണ്ട്, അതേ, ആ മനുഷ്യൻ സത്യം മനസ്സിലായിട്ടും ആദർശ രംഗത്തേക്ക് കടന്നു വരാൻ കൂട്ടാക്കാതെ കാഫിറായി മരിച്ചു പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ എത്രയാണ് സങ്കടമുണ്ടായത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആശ്വസിപ്പിക്കുന്നു, നബിയേ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. തങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ സന്മാർഗത്തിലാക്കാൻ തങ്ങളെ കൊണ്ടാവില്ല. അല്ലാഹു അത്രേ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കുന്നത്. ഇത് പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കണം. നമുക്ക് ഈ സത്യം കേൾപ്പിക്കാനല്ലേ പറ്റൂ, നമുക്കിത് പറയാനല്ലേ പറ്റൂ. ഇത് കേട്ടിട്ട് ആളുകളുടെ മനസ്സ് മാറ്റൽ അത് അള്ളയാണ് ചെയ്യേണ്ടത്. അള്ള നമുക്ക് നൽകിയ കഴിവുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. ഫലം തരേണ്ടത് അള്ളയാണ്, തൗഫീഖ് നൽകേണ്ടത് അള്ളയാണ്. ആ ബോധത്തോടെ നമ്മൾ ജീവിക്കണം. അപ്പോൾ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിലെല്ലാം ജനങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും പിടിച്ചു നിന്നിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പാരമ്പര്യമായി പലരും വിചാരിക്കുന്നു നമ്മളൊക്കെ മുജാഹിദുകളാണ്, നമ്മളൊക്കെ പണ്ടേ സലഫികളാണ്, ഇനി നമുക്കൊന്നും ഒരു പ്രശ്നവും പ്രയാസവും വരില്ല, ഒരു തെറ്റും സംഭവിക്കില്ല എന്ന് തോന്നുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിസര പ്രദേശങ്ങളെ കുറിച്ച് പലതും എനിക്കറിയാവുന്നതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഏൽപ്പിച്ച ദൗത്യമെങ്ങാനും നമ്മൾ ജനങ്ങളോട് പറയാതിരുന്നാൽ ഭാവി തലമുറക്ക് ഇത് കിട്ടാതെ പോകും. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാര് പ്രയാസം സഹിച്ചുകൊണ്ട് ഇത് എത്തിച്ചു തന്നതുകൊണ്ടാണ് ഇന്ന് ഇത് നമുക്ക് സുഖകരമായി കിട്ടിയത്. നാം ഇതുപോലെ പ്രയാസം സഹിച്ചാലേ ഭാവി തലമുറക്ക് ഇത് കിട്ടുകയുള്ളൂ. നമ്മളെങ്ങാനും അമാന്തം കാണിച്ചാൽ ഭാവി തലമുറ ഇരുട്ടിൽ തപ്പുന്ന മക്കളാകും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോളണം. ഇതൊക്കെ നമ്മൾ ജനങ്ങളോട് പറയുമ്പോഴും അവർ ജനങ്ങളോട് എതിരാളികൾ എപ്പോഴും പറയുന്നത് എന്താണ്? നിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തല്ല, നിങ്ങൾ പുത്തൻവാദികളാണ്, നിങ്ങൾ പിഴച്ചവരാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള എല്ലാ പ്രവാചകന്മാരും അതേ കേട്ടുപോയ യാഥാർത്ഥ്യം തന്നെയാണ്. സത്യം പറയുന്ന ആളുകളെ ജനങ്ങൾ എന്തു ചെയ്യും? ജനങ്ങളെക്കാളപ്പുറം ആ ജനങ്ങളിൽ നിന്ന് പ്രത്യേകമായ താല്പര്യങ്ങൾ കാത്തുരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പണ്ഡിതരെന്ന് പറയപ്പെടുന്ന ആളുകൾ അവര് പറയും, നിങ്ങൾ ഇവരുടേത് കേട്ടുപോകരുത്, കാരണം അവർ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താണ്. സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തുപോയ കക്ഷികളാണ് മുജാഹിദുകൾ എന്ന് പറയുന്നു. അവർ നരകത്തിലാണെന്ന് അവർ പുസ്തകത്തിലൂടെ എഴുതുന്നു. അവർ നരകത്തിലാണെന്നോ അങ്ങനെ വിശ്വസിക്കുന്നതിൽ അല്പമെങ്കിലും ആർക്കെങ്കിലും സംശയം വന്നവൻ പോലും നരകത്തിലാണെന്നാണ് പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയാണ് എഴുതുന്നത്. ഇത് കേട്ടുപോയാൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കും എന്നതുകൊണ്ട് കേൾക്കാനൊട്ട് സമ്മതിക്കുന്നുമില്ല. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ കുല്ലുഹാ ഫിന്നാരി ഇല്ലാ വാഹിദാ. എന്റെ സമുദായം 73 കക്ഷികളായി പിരിയുക തന്നെ ചെയ്യും. അതിൽ ഒരു കക്ഷി ഒഴികെ എല്ലാവരും പരാജയത്തിലാണ്, എല്ലാവരും നരകത്തിലാണ്. ഇത് നബി തങ്ങൾ അങ്ങ് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നു, വമാ തിൽകൽ ഫിർഖ, ആ കക്ഷി ഏതാണ് നബിയേ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. എന്താ അവിടുന്ന് പറയുന്നത്? ഹും മൻ കാന അലാ മിസ്ലി മാ അന അലൈഹിൽ യൗം വ സ്വഹാബി. അവരാരാണെന്നോ
അലാ മിസ്ലി മാ അന അലൈഹി യൗമ വ സ്വഹാബി. ഇന്ന് ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു ആദർശത്തിലാണോ നിലകൊള്ളുന്നതെങ്കിൽ, ഇന്ന് ഞാനും എന്റെ സ്വഹാബിമാരും ഏതൊക്കെ വിശ്വാസാദർശങ്ങളിലാണോ നിലകൊള്ളുന്നതെങ്കിൽ, ആ വിശ്വാസങ്ങളിലും ആദർശങ്ങളിലും അടിയുറച്ചു നിൽക്കുന്നവരായിട്ട് ആരൊക്കെയുണ്ടോ അവരാണ് രക്ഷപ്പെടുന്ന പാർട്ടി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. ഇത് വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ആരാണ് സുന്നത്ത് ജമാഅത്തിന്റെ അകത്ത്, ആരാണ് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്ത്, ആരൊക്കെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഉള്ളിലുള്ളത്, ആരൊക്കെയാണ് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളത്? പരിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ, വമൻ യുശാഖിഖിർ റസൂൽ ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനോട് മാത്സര്യം കാണിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാർഗം, ആ മാർഗത്തിൽ നിന്ന് ആരെങ്കിലും തെറ്റിപ്പോയാൽ, അതിനോട് ആരെങ്കിലും ചേരിതിരിഞ്ഞ് പിളർന്നു പോയാൽ, ഏതിനു ശേഷം? അറിയാഞ്ഞിട്ടല്ല, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, അവന് സന്മാർഗം വ്യക്തമായതിന്റെ ശേഷം, വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ പാതയല്ലാത്ത ഒരു പാതയെ ഒരാൾ പിൻപറ്റുകയും ചെയ്താൽ, നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ. ദുനിയാവിൽ അവന് കുഴപ്പമൊന്നും വന്നില്ലായിരിക്കാം, അവനിങ്ങനെ അവനെ തിരിയുന്നിടത്തേക്ക്, അവൻ പോകുന്നിടത്തേക്ക് അങ്ങനെ സൗകര്യം കിട്ടിയേക്കാം. പക്ഷേ ചെന്നു ചേരുന്നത് കത്തിയാളുന്ന നരകത്തിയിലാണ്. എത്ര മോശപ്പെട്ട സങ്കേതമാണത്! അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ ആയത്തിൽ എന്താ പറഞ്ഞത്? രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാർഗം പഠിക്കണം. ആ മാർഗം പഠിച്ചു കഴിഞ്ഞാൽ ആ മാർഗത്തോട് ആരും മത്സരം കാണിക്കരുത്. അതുപോലെ രണ്ടാമത് പറഞ്ഞത് എന്താണ്? നമ്മൾ പിൻപറ്റേണ്ടുന്ന ഒരു സബീലുണ്ട്, അത് സബീലുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ പാതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സ്വഹാബത്തും പുലർത്തിപ്പോന്ന വിശ്വാസങ്ങൾ ആ രൂപത്തിൽ തന്നെ പുലർത്തുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവനാണ് രക്ഷപ്പെടുന്ന പാർട്ടി. ഖുർആൻ അതാ പറയുന്നു, ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ വഇൻ തവല്ലൗ, ആരെങ്കിലും പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ എന്ന് പറയുന്നതിന്റെ മുമ്പെന്താ പറയുന്നത്? എന്തിൽ നിന്നാ പിന്തിരിഞ്ഞു കളയുന്നത്? അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നു, ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്ത് അവരോട് പറയുകയാണ്, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചാൽ സന്മാർഗം കിട്ടിക്കഴിഞ്ഞു. സഹാബത്ത് വിശ്വസിച്ചതുപോലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചതുപോലെ അങ്ങനെ വിശ്വസിക്കുകയും ആ രൂപത്തിൽ ജീവിക്കുകയും ചെയ്താൽ രക്ഷയുണ്ടെന്നാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും അല്ലാഹുവിനെ കുറിച്ച് എന്താണ് വിശ്വസിച്ചത്? അല്ലാഹുവിനെ കുറിച്ച് എന്താണ് വിശ്വസിച്ചത്? അല്ലാഹു റബ്ബുൽ ആലമീനാണ് എല്ലാം കേൾക്കുന്നവൻ, അവനാണ് എല്ലാം കാണുന്നവൻ, അവനാണ് എല്ലാം അറിയുന്നവൻ, അവനാണ് എല്ലാത്തെയും നിയന്ത്രിക്കുന്നവൻ. അവൻ ഒരിക്കലും ഉറക്കമില്ല, അവന് ക്ഷീണമില്ല, മയക്കമില്ല, അവൻ മരണപ്പെടുന്നവനല്ല. ഒരാൾക്കും ഒരു നിലക്കും പ്രാപിക്കാൻ കഴിയാത്ത അത്യുന്നതമായ പദവി, അത്യുന്നതമായ ഗുണവിശേഷണങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീനിൽ, ആ റബ്ബിൽ മാത്രമേ അതുള്ളൂ. അത് അടിയുറച്ച് വിശ്വസിച്ചവരാണ് മഹാന്മാരായ പ്രവാചകന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബാ കിറാം അത് അടിയുറച്ച് വിശ്വസിച്ചവരാണ്. ജനങ്ങളൊക്കെ പലരും പഴച്ചു പോകാൻ എന്താണ് കാരണം? ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് മിനായിൽ, 4 വർഷം മുമ്പാണെന്ന് ഞാൻ ഓർക്കുന്നു, മിനായിൽ ഒരു തീപിടുത്തം ഉണ്ടായില്ലേ?
നിങ്ങൾക്കറിയോ ആരെ തീപിടിച്ച് എത്ര ആളുകളാണ് മരിച്ചത്? ഈ മരിച്ചവരെന്താ മുഹ്യിദ്ദീൻ ശേഖനെ വിളിക്കുന്ന ആളുകളാണോ? അവർ പറഞ്ഞത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. അല്ലേ? പടച്ചവനെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, നിനക്ക് ഞാനിതാ ഉത്തരം ചെയ്യുന്നു റബ്ബേ, നിനക്ക് ഉത്തരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അള്ളാനെ വിളിച്ച് മാത്രം നടന്നിരുന്ന ആളുകളല്ലേ അവർ. എന്നിട്ട് ഓല് മിനായിലെ തമ്പ് കത്തി കരിഞ്ഞ് ജഡങ്ങള് പോലും കിട്ടാത്ത കോലത്തിലായില്ലേ? എന്തേ? അപ്പൊ അള്ളാനെ സ്വന്തം വിളിക്കുന്ന ആളുകൾക്ക് അള്ളാഹ്ക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലേ? അള്ളാനെ അറിയേണ്ട നിലക്ക് അറിയാതെ പോയതാണ്. ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞില്ലേ, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അവരല്ലാഹനെ കണക്കാക്കേണ്ട നിലക്ക് കണക്കാക്കിയില്ല, വിശ്വസിക്കേണ്ട നിലക്ക് വിശ്വസിച്ചില്ല. അല്ലാഹു റബ്ബുൽ ആലമീനിനെ കുറിച്ച് വികലമായ വിശ്വാസങ്ങളാണ് അവർ പ്രചരിപ്പിച്ചത്. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദുകളെ കുറിച്ചതാ അവര് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താണെന്ന് പറയുന്ന കക്ഷികൾ, മുസ്ലിയാക്കന്മാർ ജനങ്ങളോടതാ തെറ്റിദ്ധരിപ്പിക്കുന്നു. മുജാഹിദുകൾ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താണ് പോലും, അവര് നരകത്തിലാണ് പോലും. കാരണം അവരുടെ അല്ലാഹ് പള്ളയുള്ള അല്ലയാണ്, അതേ ബാക്കുള്ള അല്ലയാണ്. വലത്തെ കയ്യിൽ 7 ആകാശവും ഇടത്തെ കയ്യിൽ 7 ഭൂമിയും നിലകൊള്ളുന്നു. സുബ്ഹാനല്ലാഹ്. മുജാഹിദിന്റെ അള്ളാന്റെ ഒരു ഇടങ്ങേറ് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ 7 ആകാശം വലത്തെ കയ്യിലും 7 ഭൂമി ഇടത്തെ കയ്യിലും വെച്ച് ഇങ്ങനെ, ഓ അള്ളാന്റെ ഒരു പാവട്ടോ. മുജാഹിദിന്റെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്, കഴിഞ്ഞിട്ടില്ല. അല്ലാഹു തആല എല്ലാ ദിവസവും അർദ്ധരാത്രിയായാൽ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. ആർക്കും വേണമെങ്കിൽ നോക്കാം. 1-ാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരും. എപ്പോ? അർദ്ധരാത്രിയായാൽ അള്ളാഹു ഇറങ്ങി വരുന്നു. സഹോദരന്മാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ ആകാശം ഭൂമി എന്നൊക്കെ പറയുന്നത് നമുക്കറിയാലോ. നമ്മൾ അധിവസിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് ഉരുണ്ടതാണ് എന്ന് എല്ലാവർക്കും അറിയാം. മുജാഹിദിന് അറിയില്ലെങ്കിലും സ്കൂൾ കുട്ടികൾക്ക് അറിയാം, അല്ലെ? ഈ ഭൂമി ഉരുണ്ടതാണ്. മുജാഹിദ് പറയുന്നത് അർദ്ധരാത്രിയായാൽ അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ആർക്ക് അർദ്ധരാത്രിയാകുമ്പോ എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹു എന്ന് പറഞ്ഞാല് കേരളക്കാരായ ഇന്ത്യക്കാരായ നമ്മുടെ മാത്രം അള്ളാഹു അല്ലല്ലോ, എല്ലാരെയും അള്ളാഹു ആണ്. അപ്പൊ എല്ലാരും അള്ളാഹു ആകുമ്പോ എല്ലാവർക്കും അർദ്ധരാത്രി ആകുമ്പോ അള്ളാഹു തആല ഇറങ്ങി വരേണ്ടി വരും. ഭൂമിയാണെങ്കിൽ ഉരുണ്ടതാണ്. ഉരുണ്ടതാകുമ്പോ ഒരു സ്വഭാവമുണ്ട്, നമുക്ക് അർദ്ധരാത്രി ആകുമ്പോ അപ്പുറത്ത് പച്ച പകലേക്കാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ സമയത്ത് പകലല്ലേ. ഇത് മുജാഹിദിന് അറിയില്ല, കുട്ടികൾക്ക് അറിയില്ലേ. അപ്പൊ ഭൂമി ഉരുണ്ടതാകുമ്പോ അർദ്ധരാത്രി എന്നത് ഓരോ സ്ഥലത്തും ഓരോ സമയത്ത് വ്യത്യസ്ത സന്ദർഭത്തിലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ 24 മണിക്കൂറും അർദ്ധരാത്രി ഓരോ ഭാഗത്തുണ്ടാകും. പടച്ചോനാണെങ്കിലോ അർദ്ധരാത്രിയായാൽ തുടങ്ങി ഇറങ്ങൽ എന്നെ. പടച്ചോനാണെങ്കിലോ അർദ്ധരാത്രിയായാൽ തുടങ്ങി ഇറങ്ങൽ എന്നെ. പിന്നെ എപ്പോഴാണ് ഈ അള്ളാഹു കയറല് നമുക്കറിയില്ല. മുജാഹിദ് അത് വെളിപ്പെടുത്തിയിട്ടില്ല. ഈ 1-ാം ആകാശം എന്നത് എവിടെയാണ് ഉള്ളത് നിങ്ങൾക്കറിയോ? എവിടെയുള്ളത് 1-ാം ആകാശം? വലത്തെ കയ്യില്. കാരണം 7 ആകാശം വലത്തെ കയ്യിലല്ലേ. ഈ വലത്തെ കയ്യിലുള്ള 1-ാം ആകാശത്തേക്കാണ് അർദ്ധരാത്രിയായ അള്ളാഹു ഇറങ്ങി വരുന്നത്. ഈ ഇറക്കൽ എങ്ങനെ? നിങ്ങളൊന്ന് ചിന്തിച്ചാൽ. വലത്തെ കയ്യിലുള്ള ആകാശത്തേക്ക് അർദ്ധരാത്രിയായ അള്ളാഹു ആണിയേറ്റിട്ട് തുളക്കേണ്ടി വരും. അല്ലാതെ എങ്ങനെ ഈ പരിപാടി? ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇങ്ങനെ കയറുകയും ഇറങ്ങുകയും നമ്മെപ്പോലെ കയ്യും കാലും കണ്ണും മൂക്കും വിരലുകളും ചെവികളും ഒക്കെയുള്ള അള്ളയാണ്. അങ്ങനത്തവർ അള്ളയിലാണ് ഇവർ വിശ്വസിക്കുന്നത് എന്ന് ജനങ്ങളുടെ മുമ്പാകെ പറയുമ്പോൾ ഇത് കേട്ടിട്ടില്ലാത്ത സാധാരണക്കാരൻ തെറ്റിദ്ധരിക്കുകയാണ്. നമ്മെപ്പോലെ കണ്ണും അതുപോലെ തന്നെ മൂക്കും അതുപോലെ തന്നെ കൈകാലുകളുമെന്നോ. നിങ്ങൾ നോക്കൂ, എന്താണ് സ്വഹാബത്തിന്റെ വിശ്വാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ സ്വഹാബത്തിന് വിശ്വാസം പഠിപ്പിച്ചത്? അള്ളാഹുവിന്റെ ആയത്തുകൾ ഓരോന്നും നബി തങ്ങളല്ലേ ഓതിക്കേൾപ്പിച്ചു കൊടുക്കുന്നത്. ഓരോ ആയത്തുകൾ ഓതിക്കേൾക്കുമ്പോഴും സ്വഹാബത്താരും അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ കൈ എന്ന് പറയുമ്പോൾ അതെങ്ങനെയെന്ന് ചോദിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ കണ്ണെന്ന് പറയുമ്പോൾ അതെങ്ങനെയെന്ന് ചോദിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നമ്മുടെ റബ്ബ് എല്ലാ ദിവസവും നമ്മോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ഇറങ്ങാനാണ്, എങ്ങനെയാണ് അതിന്റെ രൂപം എന്ന് സ്വഹാബത്ത് ചോദിച്ചിട്ടില്ല. എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹുവിനെ പറ്റി അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെ എന്തൊക്കെയാണോ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതെങ്കിൽ
അതിനെയൊന്നും ചോദ്യം ചെയ്യാതെ, മറ്റുള്ളവരെ പോലെയാണെന്ന് പറയാതെ, അല്ലാഹു റബ്ബുൽ ആലമീനിന് യോജിക്കുന്ന നിലക്ക് എങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയല്ലാതെ സ്വഹാബത്ത് ഒരു നയവും സ്വീകരിച്ചിട്ടില്ല. അതിനെ ചോദ്യം ചെയ്തിട്ടില്ല, കളിയാക്കിയിട്ടില്ല, പരിഹസിച്ചിട്ടില്ല. ഇങ്ങനെ രൂപത്തിലാണ് സ്വഹാബത്ത് വിശ്വസിച്ചത്. നമ്മുടെ മുസ്ലിയാക്കന്മാരോട് നമ്മൾ പറയുന്നു, അതേ മുമ്പ് കാലത്ത് ഖുർആൻ അതാ അന്നുള്ള ഇസ്ലാമിനെ നിഷേധിച്ച കക്ഷികളോട് പറഞ്ഞു, അവരോട് പറഞ്ഞു, ഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ് ഖാലൂ അനുഅ്മിനു കമാ ആമനസ്സുഫഹാ അലാ ഇന്നഹും ഹുമുസ്സുഫഹാ വലാകിൻ ലാ യഅലമൂൻ. അന്നത്തെ ആളുകളോട് പറയപ്പെട്ടാൽ, ആമിനു, നിങ്ങൾ വിശ്വസിക്കൂ, കമാ ആമനന്നാസ്, അന്നാസാകുന്ന സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ, സത്യവിശ്വാസികളാകുന്ന ജനങ്ങളായ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കൂ എന്നവരോട് പറഞ്ഞാൽ അവരന്ന് ചോദിച്ച മറുപടി എന്താണ്? വിഡ്ഢികളെ പോലെ ഞങ്ങളും വിശ്വസിക്കണമോ? എന്നിട്ട് ഖുർആൻ അതിന് കൊടുത്ത മറുപടി എന്താണ്? അവരറിയട്ടെ, അവരാണ് വിഡ്ഢികൾ. ഇന്ന് അള്ളാഹിനെ കുറിച്ച് ഖുർആനിലുള്ളതും ഹദീസിലുള്ളതും നമ്മൾ പറഞ്ഞാൽ നമ്മളെ ഒരു കൂട്ടർ കളിയാക്കുകയാണ്. മുജാഹിദിന്റെ അല്ല, കൊമ്പുള്ള അല്ല, തുമ്പിക്കൈയുള്ള അല്ല, ഇരിക്കുന്ന അല്ല, നടക്കുന്ന അല്ല, ഈ രൂപത്തിലൊക്കെ നമ്മെ പോലെയുള്ള വേറെ ഏതോ ഒരാളാണ് എന്ന നിലക്ക് പരിഹസിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങളിൽ പലരും ഒരുപക്ഷെ അത് കേൾക്കാറുണ്ടാകും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിലുള്ള വിശ്വാസം അല്ല എങ്ങനെ പഠിപ്പിച്ചോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിച്ചോ, അതിൽ ഒരു മാറ്റവും വരുത്താതെ, മറ്റൊരാളെ പോലെ എന്ന് ഉപമിക്കാതെ, അതിൽ പറഞ്ഞ കാര്യത്തെ നിഷേധിക്കാതെ, ഉള്ളതുപോലെ അല്ലാഹുവേ നിന്റെ പ്രത്യേകമായ ഏതെല്ലാം രൂപത്തിലുള്ള ദറജകളുണ്ടോ, മഹാത്മ്യങ്ങളുണ്ടോ, അവക്കൊന്നിനും നിരക്കാത്ത ഒരു വിശ്വാസവും ഞങ്ങൾ വെച്ച് പുലർത്തില്ല എന്ന നിലക്ക് കൃത്യമായി അമ്പിയാക്കൾ പഠിപ്പിച്ച, സ്വഹാബത്ത് വിശ്വസിച്ച അതുപോലെ തന്നെ അള്ളാഹുവിനെ വിശ്വസിക്കലാണ് സുന്നത്ത് ജമാഅത്തിന്റെ നടപടി. എന്നാൽ ഇന്നൊരു കൂട്ടർ അങ്ങനെയല്ല. അവർ അള്ളാഹിനെ കുറിച്ച് വികലമായാണ് വിശ്വസിക്കുന്നത്. അവര് പറയുന്നത് അള്ളാഹുവിന്റെ പ്രത്യേകതയെ നിഷേധിക്കുന്ന നിലക്കാണ്. അള്ളാഹുവിനെ പോലെ കാണുന്നവരുണ്ട്, അള്ളാഹിനെ പോലെ കേൾക്കുന്നവരുണ്ട്. എവിടെ നിന്ന് വിളിച്ചാലും വിളിപ്പുറത്ത് ഉത്തരം തരാൻ നമുക്ക് ആളുണ്ട്. നമ്മെ രക്ഷിക്കാൻ അവർ ഓടിയെത്തും. വിളിക്കേണ്ട താമസമേയുള്ളൂ. വല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാതുത്തീരം നൽകും ഞാനെന്നോവർ. എവിടെ വെച്ച് നമ്മൾ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചാലും ഉടനടി മഹാനവറുകൾ വന്ന് ഉത്തരം ചെയ്യും. ഹാജരാകും എന്നല്ലേ വിശ്വസിക്കുന്നത്, സഹായത്തിനെത്തും എന്നല്ലേ വിശ്വസിക്കുന്നത്. വഫാത്തായി പോയ ആളുകൾ നമ്മെ സഹായിക്കാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇനിയും നമ്മുടെ മുമ്പിലേക്ക് അവർ നമുക്ക് സഹായത്തിന് വേണ്ടി എത്തുമെന്ന് ഏത് ഖുർആനാണ് പഠിപ്പിച്ചത്? ഏത് ഹദീസാണ് പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിശ്വസിച്ചുവോ? സ്വഹാബത്ത് അങ്ങനെ വിശ്വസിച്ചുവോ? എന്റെ പ്രിയപ്പെട്ട സർവ്വശ്രോതാക്കളും ഒന്ന് ചിന്തിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തൊക്കെ വിശ്വസിച്ചത് എങ്ങനെയാണോ അങ്ങനെ തന്നെ വിശ്വസിച്ചോളണം. അതല്ലേ സുന്നത്ത് ജമാഅത്ത്, അതല്ലേ സത്യത്തിന്റെ കക്ഷി, അവരല്ലേ വിജയത്തിന്റെ പാർട്ടി. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഫാത്തായി പോയ ആളെയും വിളിച്ചു തേടിയിട്ടില്ല, സഹായം തേടിയിട്ടില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കൽപ്പിക്കുന്നു, ഖുൽ നബിയേ പറയൂ, പ്രഖ്യാപിക്കൂ നബിയേ, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. ശരിക്ക് ചിന്തിച്ചോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദർശം അതാണ്. സ്വഹാബത്തും അങ്ങനെ തന്നെയാണ് ജീവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നമുക്ക് പരിശുദ്ധ ഖുർആൻ ഓതി തന്നില്ലേ? ആ ഖുർആനല്ലേ ലോകത്ത് നിലവിലുള്ളത്. ആ ഖുർആനിൽ എത്രയോ നബിമാരുടെ ദുആകളില്ലേ, മഹാന്മാരുടെ ദുആകളില്ലേ, ശുഹദാക്കളുടെ ദുആകളില്ലേ, സാലിഹീങ്ങളുടെ ദുആകളില്ലേ. അവരാരെങ്കിലും വഫാത്തായി പോയവരോട്, മരണപ്പെട്ടു പോയ മുൻഗാമികളായ പ്രവാചകന്മാരോട്, മഹത്തുക്കളോട് വിളിച്ചു തേടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതാർക്കാണ് അറിയാത്തത്? നബിതങ്ങൾ പഠിപ്പിച്ച നിത്യജീവിതത്തിലെ എത്രയോ ദിക്റുകളില്ലേ പ്രിയപ്പെട്ടവരെ?
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കൊണ്ടു നടക്കേണ്ട ദിക്റുകൾ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങുകയാണ് നമ്മുടെ ജീവിതത്തിലെ ദിക്റ്. ദിക്റില്ലാത്ത കക്ഷികൾ എന്നല്ലേ ആരോപണം. ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് വരുന്നു. ദിക്റില്ലാത്ത ഒരു ജീവിതമുണ്ടോ നമുക്ക്? രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ ഉമ്മമാരെ, അതെ, എല്ലാവരും എന്താ മക്കളെ പഠിപ്പിക്കേണ്ടത്, പഠിപ്പിക്കുന്നത് നമ്മൾ എന്താ ചൊല്ലാറുള്ളത്? അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ. അർത്ഥം ഞാൻ വിശദീകരിക്കുന്നില്ല, എന്റെ സമയം പര്യാപ്തമല്ല. സഹോദരങ്ങളെ, ഒട്ടേറെ കാര്യം നമുക്ക് പറയാനുണ്ട്. അതേ, രാവിലെ തന്നെ ദിക്റുകൾ ചൊല്ലി എഴുന്നേൽക്കുകയാണ്. അവിടുന്ന് അങ്ങോട്ട് ദിക്റുകളുടെ ഒരു ഘോഷയാത്രയാണ്. എവിടെയാണ് ദിക്റില്ലാത്തത്? ഭക്ഷണം കഴിക്കുമ്പോൾ, കഴിച്ചു കഴിഞ്ഞാൽ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ, പുറത്തു വരുമ്പോൾ, അതേ, പള്ളിയിലേക്ക് കടക്കുമ്പോൾ, പുറത്തു വരുമ്പോൾ, നിസ്കാരത്തിന് വേണ്ടി ഉളു ചെയ്യാൻ ആരംഭിക്കുമ്പോൾ, ഉളു എടുത്തു കഴിഞ്ഞാൽ പള്ളിയിലേക്ക് എത്തിയിട്ട് നിസ്കാരത്തിന്റെ അകത്ത്, നിസ്കാരം കഴിഞ്ഞാലും ദിക്റുകള്, നിസ്കാരം കഴിഞ്ഞാലും ദുആകള്, പള്ളിയിൽ നിന്ന് പുറത്തു വന്ന് സ്വന്തം വാഹനത്തിൽ കയറുമ്പോഴും ദുആകളും ദിക്റുകളും, വീട്ടിലേക്ക് കടക്കുമ്പോഴും ബിസ്മില്ലാഹ്, പുറത്തിറങ്ങുമ്പോൾ കാവല് തരണേ അല്ലാ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കാവല് തരേണ്ടത് അല്ലാഹയാണ്, കാവലിനെ ചോദിക്കേണ്ടത് അല്ലാഹുവിനോടാണ്. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. എന്നെന്നും ജീവിച്ചിരിക്കുന്ന, ഒരിക്കലും മരിക്കാത്തവരോട് നീ തവക്കുലാക്കാവോ, അവരുടെ മേലെ നീ തവക്കുൽ ചെയ്യാവോ? അതാരാണ്? ഏത് ശക്തിയാണ്? അങ്ങനെയുള്ള വിശേഷണമുള്ള ശക്തി അല്ലാഹു റബ്ബുൽ ആലമീൻ. അതല്ലേ ഞാനും നിങ്ങളും എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും പറയേണ്ടതുള്ള, എല്ലാ ദിവസവും ഉറങ്ങുന്നതിന്റെ മുമ്പ് പറയേണ്ട ദിക്റല്ലേ ആയത്തുൽ കുർസി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ശ്രോതാക്കളോടും പറയട്ടെ, ഉറങ്ങുന്നതിന്റെ മുമ്പ് നിങ്ങൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യാതെ ഉറങ്ങരുത്. എല്ലാ ഫർള് നിസ്കാരത്തിന്റെ ശേഷവും നിങ്ങൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. അതിലെന്താ പറയുന്നത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഏകനായ റബ്ബിനെ പരിചയപ്പെടുത്തുന്നു. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അതേ, ഒരു ഉറക്കമോ മയക്കമോ അവനെ ബാധിക്കാത്തവനാണ്. അങ്ങനെയുള്ളവനിൽ മാത്രമേ നമുക്ക് തവക്കുലാക്കാൻ പറ്റുകയുള്ളൂ. ആ മഹാത്മ്യമല്ലേ ആയത്തുൽ കുർസിയിൽ പറയുന്നത്. ആ രൂപത്തിൽ വിശ്വസിച്ച് ആദരിച്ചു പോരുന്ന ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഈ നിലക്ക് ദുആകളും ദിക്റുകളും ഒക്കെ പരിശോധിച്ചു നോക്കിയാൽ, അല്ലാഹുവേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനോടല്ലാതെ, അല്ലാഹുവിനോടല്ലാതെ അവനൊരു തവക്കുലുണ്ടോ, അവന് ദുആയുണ്ടോ? എവിടെയും നമുക്ക് കാണാൻ സാധ്യമാകുന്ന പ്രത്യേകമായ യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ദുആകളും ദിക്റുകളും ഒക്കെ ചൊല്ലിയാലും പഠിച്ചാലും അത് മനസ്സിലാകും. നമ്മുടെ ജീവിതത്തിൽ അത് വേണം. പ്രിയമുള്ളവരെ, ദിക്റുകളും ദുആകളും ഒന്നും നമുക്ക് വെറുതെ കേൾക്കാനുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ അതാണ് സമാധാനം തരിക, നമ്മുടെ ജീവിതത്തിൽ അതാണ് ഐശ്വര്യം തരിക, നമ്മുടെ ജീവിതത്തിൽ അതാണ് ബറക്കത്ത് തരിക, നമ്മുടെ കുടുംബത്തിൽ അതാണ് സമാധാനം തരിക. ഇന്നതാ മനുഷ്യൻ വഴിവിട്ടുകൊണ്ട് സഞ്ചരിക്കുകയാണ്. മദ്യത്തിന്റെ പിന്നാലെ, മയക്കുമരുന്നിന്റെ പിന്നാലെ, ലൈംഗിക വൈകൃതങ്ങളുടെ പിന്നാലെ, അന്യ സ്ത്രീ പുരുഷന്മാരോടുള്ള വഴിവിട്ട രൂപത്തിലുള്ള ബന്ധങ്ങൾക്ക് ഇന്റർനെറ്റ് യുഗം ഏറ്റവും കൂടുതൽ സാക്ഷ്യമായ ലോകമാണ്. എത്രയോ കുടുംബ ബന്ധങ്ങൾ തകരുകയാണ്. കാരണം വീട്ടിലെത്തിയാൽ ഭർത്താവിന് ഭാര്യയോട് മിണ്ടാൻ നേരമില്ല. നെറ്റില്ലതാ ഏതോ രാജ്യത്തിന്റെ മൂലയിൽ കിടക്കുന്നവളുമായി അല്ലെങ്കിൽ അവരുമായി ചാറ്റ് ചെയ്യുകയാണ്. സ്വന്തം വീട്ടിൽ തന്റെ മൂക്കിന്റെ മുമ്പിലിരിക്കുന്ന ഉപ്പയോട് സംസാരിക്കാൻ നേരമില്ലാത്ത ചെറുപ്പക്കാരൻ, ഭാര്യയോട് സംസാരിക്കാൻ നേരമില്ലാത്ത ചെറുപ്പക്കാരൻ, ഭർത്താവിനോട് മിണ്ടാൻ താല്പര്യമില്ലാത്ത പെണ്ണ്, അതേ ആഗോളതലത്തിൽ ലോകത്ത് എവിടെയോ ഇരിക്കുന്ന ആരുമൊക്കെയോ ആയിട്ട് സല്ലപിക്കുന്നു. വഴിവിട്ട ബന്ധങ്ങൾക്ക് പല രൂപത്തിലുള്ള പ്രത്യേകമായ തകർച്ചകൾക്ക്, ഭാര്യാഭർത്താക്കൾക്കിടയിൽ
കുടുംബങ്ങൾക്കിടയിൽ, അതേ മാതാപിതാക്കൾക്കിടയിൽ, സന്താനങ്ങൾക്കിടയിലൊക്കെ വളരെ ദുഷിച്ച പ്രവണതകൾക്ക് ഈ ഇന്റർനെറ്റ് യുഗം കാരണമാവുകയാണ്. എന്ന് വെച്ച് ഇന്റർനെറ്റ് നമുക്ക് വലിച്ചെറിയാനാകുമോ? നമ്മൾ നിയന്ത്രിക്കണം, നാം പഠിക്കണം, നമ്മൾ തഖ്വ ഉൾക്കൊള്ളണം, അല്ലാഹുവിനെ ഭയപ്പെടണം. എവിടെ ഒറ്റക്കാണെങ്കിലും ഒറ്റക്കാണെന്ന് മനസ്സിലാക്കരുത്. ഇദാ മാ ഖലൗത ദഹ്റ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു. അതെ, ഒരു സ്ഥലത്ത് നീ ഒറ്റക്കൊഴിഞ്ഞിരിക്കുകയാണെങ്കിലും, അത് നിന്റെ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും, നീ ഒറ്റക്കിരുന്നാൽ സ്വന്തത്തോട് ഒരിക്കലും തോന്നിപ്പോകരുത് ഞാൻ ഒറ്റക്കാണ്, ഞാൻ ഒറ്റക്കാണെന്ന് തോന്നരുത്. പിന്നെ ആരാ പിന്നെ നിരീക്ഷകൻ? ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. നിശ്ചയം അല്ല നിങ്ങൾക്ക് നിരീക്ഷകനായിട്ടുണ്ട്. അല്ല കാണാതെ, അല്ല അറിയാതെ കാണാനോ കേൾക്കാനോ നമുക്ക് എന്തെങ്കിലും പടച്ച റബ്ബ് അറിയാതെ എന്തെങ്കിലും പ്രവർത്തിക്കാനോ സാധ്യമാണോ? ആ ബോധം വേണേ എന്റെ ചെറുപ്പക്കാരെ, ആ ബോധം വേണമേ എന്റെ യുവാക്കളെ, എന്റെ യുവതികളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ. കാലം വളരെ ദുഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമുക്ക് നമ്മെ കൺട്രോൾ ചെയ്യാനുള്ള മാർഗം നമുക്ക് ദിക്റുകളാണ്, ദുആകളാണ്. അത് പടച്ച റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ട് നാം തവക്കുലോടുകൂടെ ജീവിച്ചാൽ ഒരു ഇബ്ലീസിനും നമ്മെ പഴപ്പിക്കാനാവില്ല. ആ കൃത്യമായ ബോധത്തോടെ റബ്ബിൽ മാത്രം തവക്കുലാക്കിയിട്ട് ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധിയിലും ഉറച്ചു നിന്നോ. ഒരു വിഷമമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനോടാണല്ലോ നമ്മൾ പറയേണ്ടതെന്ന് തന്റെ ചിന്തയിൽ വരുന്നു. പണ്ഡിതനായ അബുൽ ബഹർ ചിന്തിക്കുന്നു, ഞാൻ എന്തിനാണ് ആ പാട്ട് പാടിയത്? ഞാൻ പാടേണ്ടത് മുത്തുനബിയെ സംബന്ധിച്ചല്ലേ. അൽ ഈമാനു ലയരിസുൽ മദീന കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. ഈമാനുള്ളവന്റെ മനസ്സ് ഒരു പാമ്പിനെ ഏറ് കിട്ടിയാൽ ആ പാമ്പ് മാളത്തെ തേടി ഓടുന്ന പോലെ മദീനയിലേക്ക്, മദീനയിലെ നബിയിലേക്ക് ഓടുന്നതാണ് മുഅ്മിനേ. ഒരു വിഷമം വരുമ്പോൾ മദീന ചിന്തിച്ചോ, റസൂലുള്ളാഹിനെ ചിന്തിച്ചോ, അവിടെ ഓർത്ത് കരഞ്ഞോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു, മനുഷ്യരെ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ, പ്രതിസന്ധിയുണ്ടോ, വിഷമങ്ങളുണ്ടോ, നിങ്ങൾ എന്റെ ഖബറിനെ സമീപിച്ചോ, എന്നെ വിളിച്ച് തേടിക്കോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്കത് ചെയ്യാമായിരുന്നു. പക്ഷേ അവിടുന്ന് അതാണോ പറഞ്ഞത്? നിങ്ങൾക്ക് പ്രയാസം വരുമ്പോഴൊക്കെ നിങ്ങൾ വർദ്ധിപ്പിച്ചോ, ദിക്ർ വർദ്ധിപ്പിച്ചോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. സമാധാനം തരുന്ന ദിക്റാണ്. പ്രയാസം വരുമ്പോ അല്ലാഹുവേ, അല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. റബ്ബേ, നീയാണ് എന്റെ റബ്ബ്, നിന്നിൽ ഞാൻ എനിക്ക് എന്ത് വിഷമം വന്നാലും നിന്നെ അല്ലാതെ ഞാൻ വിളിക്കൂല, നിന്നെ അല്ലാതെ ഞാൻ തേടൂല. വലാ ഉശ്രികു ബിഹി അഹദാ. ഈ നിലക്ക് പടച്ച റബ്ബിൽ മാത്രം തവക്കുലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ വിഷമവും പ്രയാസവും ഉണ്ടോ മുസ്ലിമേ? പ്രയാസം വരുന്നുണ്ടോ ഉമ്മമാരെ? മനസ്സിൽ തട്ടിക്കൊണ്ട് റബ്ബിനോട് മാത്രം തേടാനല്ലേ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാളിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖളാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക. എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടതാ കുറെ കാര്യങ്ങൾ അല്ലാഹുവിനെ വിളിച്ചുകൊണ്ടവനെ പുകഴ്ത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, അങ്ങനെയുള്ള വിശേഷണങ്ങളൊക്കെയുള്ള അല്ലാഹ് എന്നിങ്ങനെ വിളിച്ചിട്ട് എന്താ പറയുന്നത്? അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി പരിശുദ്ധ ഖുർആൻ കൊണ്ട് എന്റെ ഹൃദയത്തിന് നീ ശാന്തി തരണം. ഖുർആൻ എന്റെ ഹൃദയത്തിന് നീ വെളിച്ചമാക്കണം. ഖുർആൻ എന്റെ ദുഃഖത്തെ കഴുകിക്കളയുന്നതാക്കണം. ഖുർആൻ കൊണ്ട് എനിക്ക് ധൈര്യം തരണം. ഖുർആൻ കൊണ്ട് എനിക്ക് ശക്തി പകരണം. ഖുർആൻ കൊണ്ട് എനിക്ക് ആശ്വാസം തരണം എന്ന് പറഞ്ഞാൽ നിന്റെ പ്രയാസം റബ്ബ് നീക്കാതിരിക്കില്ലെന്ന്
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ നമ്മുടെ നേതാവിന്റെ പേര് കേൾക്കുമ്പോൾ ലോകത്തൊരു മുഹമ്മദ് എന്ന് കേൾക്കും പോലെയല്ല, കരളിന്റെ കഷ്ടമായ നമ്മുടെ നേതാവിന്റെ പേര് കേൾക്കുമ്പോൾ അവിടുത്തേക്ക് വേണ്ടിയുള്ള ദുആ നമ്മളൊരിക്കലും പിശുക്ക് കാണിക്കണ്ട. 1-ന് 10 പ്രതിഫലം ഓഫർ ചെയ്യപ്പെട്ട സൽക്കർമ്മമാണ്. മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ. ആരെങ്കിലും എന്റെ പേരിൽ ഒരു തവണ സ്വലാത്തിനെ ചോദിച്ചാൽ അല്ലാഹു അവന് 10 ഗുണം ചൊരിയുന്നതാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ പടച്ച റബ്ബർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സ്വലാത്ത് വിരോധികളാണ് മുജാഹിദുകൾ, കേട്ടുപോകരുതെന്ന് അതേ പരിസരത്തുള്ള ആളുകളെ നിങ്ങളോട് പലരും പറഞ്ഞില്ലേ? മുജാഹിദിന്റെ പ്രസംഗം കേൾക്കണ്ട, സ്വലാത്ത് വിരോധിയാണ്, സ്വലാത്തിന്റെ എതിരാളിയാണ്. അല്ല അല്ല, നിങ്ങളെ പറ്റിച്ചതാണ് ഈ മുസ്ലിയാക്കന്മാര്. അവർക്ക് ചില സ്വലാത്തുകൾ കൊണ്ട് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിന് നമ്മൾ സ്വലാത്ത് ചൊല്ലാറില്ല. അവരാളുകളെ കാണിക്കാൻ സ്വലാത്ത് ഇല്ലാത്തത് ചൊല്ലുന്നു, പണം പിരിക്കാൻ സ്വലാത്ത് ചൊല്ലുന്നു. ലക്ഷങ്ങൾ കവരാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു. ഒരൊറ്റ മുജാഹിദും ഇന്ന് വരെ ലക്ഷങ്ങൾ കവരാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലിയിട്ടില്ല. അങ്ങനെ ചൊല്ലാനൊട്ട് പാടുള്ളതുമല്ല. മറിച്ചെന്താ വേണ്ടത്? അല്ലാഹുവേ, നിന്റെ പൊരുത്തമാണ് എനിക്ക് വലുത്, നിന്നിൽ നിന്നുള്ള ഏറ്റവും വലിയ പുണ്യമാണ് ഞാൻ ആശിക്കുന്നത്. ആ രൂപത്തിലുള്ള നിയത്തോടെ സ്വലാത്ത് ചൊല്ലണം. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലിയാലും ജനങ്ങൾക്കിടയിൽ ഞാനൊരു സ്വലാത്തുകാരനാണെന്ന് ആളുകൾ പറയട്ടെ എന്ന് കരുതി സ്വലാത്ത് ചൊല്ലിയാലും സ്വലാത്തിന്റെ കൂലി കിട്ടുമെന്ന് പ്രസംഗിക്കുന്ന തങ്ങന്മാരുണ്ട്, ശൈഖുനമാരുണ്ട്, മുസ്ലിയാക്കന്മാരുണ്ട്. ഈ സമുദായത്തെ അല്ലാഹു അവരുടെ ശർറിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരാണ് നമ്മെ ആക്ഷേപിക്കുന്നത്. ഇവർക്ക് നബിതങ്ങളുടെ മേൽ സ്നേഹമില്ല, റസൂലുള്ളാഹിനെ ഇവരൊരിക്കലും സ്നേഹിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ആർക്കാണ് സ്നേഹം, ആർക്കാണ് സ്നേഹമില്ലാത്തതെന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കിക്കോ. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ആശ്വാസം പകരുന്ന നമ്മുടെ ദിക്റുകൾ, ആ ദിക്ർ ദുആകൾ മുഴുവനും പടച്ച റബ്ബിനോടല്ലേ, റബ്ബിനെയല്ലേ വിളിക്കേണ്ടത്, റബ്ബിനോടല്ലേ സങ്കടം പറയേണ്ടത്. എന്നാൽ നിങ്ങൾ നോക്കൂ, ജനങ്ങളെ പഠിപ്പിച്ച് അവസാനം എന്തു പറഞ്ഞു? ഞാൻ ഇന്നലെ ഇവിടെ എത്തി, എന്റെ പ്രിയപ്പെട്ട പല സഹോദരന്മാരും എനിക്ക് ഇവിടെ നിന്ന് 1-2 പുസ്തകങ്ങൾ കൊണ്ടു തന്നു. ഈ പരിസരത്തുള്ള അയിലക്കാടിനെ പറ്റി വിശദീകരിക്കുന്ന ഒരു മൗലിദ്, ഈ പരിസരത്തുള്ള അയിലക്കാടിനെ പറ്റി പറയുന്ന, അവിടെയുള്ള ഒരാളെപ്പറ്റി എഴുതപ്പെട്ടിട്ടുള്ള ഒരു മൗലിദ് കിതാബ്. അതിൽ പറയുകയാണ്, എന്താണ് പറയുന്നതെന്നോ? അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ സിറാജുദ്ദീനുൽ ഖാദിരി എന്ന് പറയുന്ന മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അയാളുടെ ഒരു ഉറ്റ ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അത്രേ. അയാളുടെ ഏറ്റവും വലിയ ഒരു അടുത്ത ഒരു സ്നേഹിതൻ
എപ്പോഴും തമാശ പറഞ്ഞിട്ടും കൂടെ നടന്നിട്ടുമൊക്കെ കളിഞ്ഞിരുന്ന, എപ്പോഴും അയാൾ ബഹുമാനത്തോടെ ഈ സിറാജുദ്ദീൻ തങ്ങളെ വിളിച്ചിരുന്നത്, അവരുടെ ഭാഷയിൽ ഞാൻ പറയുകയാണ്, ഇക്കാക്ക ഇക്കാക്ക എന്നായിരുന്നു അത്രേ വിളിച്ചിരുന്നത്. അങ്ങനെ നടന്നിരുന്ന ഈ മനുഷ്യനതാ ഈ സഹോദരനോട് പറയുന്നു, മുസ്ലിമെ കരള് വിളർക്കുന്ന വാക്കാ പറഞ്ഞത്, ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് വരാൻ പാടില്ലാത്തതാ പറഞ്ഞത്, പടച്ച റബ്ബ് ഒരിക്കലും പൊറുക്കാത്ത കാര്യമാ പറഞ്ഞ് വസിയത്ത് ചെയ്തത്. എന്താണ് പറയുന്നത്? അതേ ഈ മനുഷ്യനോട് പറയുന്നു, ഇയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്റെ മുരീദിനോട് കൊടുക്കുന്ന വസിയത്താണ്, ഇദാ വഖൽത ഫീ ശിദ്ദത്തിൻ ബഅദ മമാതി ഫനാദിനി. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, നിനക്ക് വല്ല പ്രയാസത്തിലും നീ അകപ്പെട്ട് കഴിഞ്ഞാൽ, എന്റെ മരണത്തിന്റെ ശേഷം നിനക്ക് വല്ല ബുദ്ധിമുട്ടും വന്നിട്ടുണ്ടെങ്കിൽ ഫനാദിനി, നീ എന്നെ വിളിക്കണേ, നീ എന്നെ വിളിച്ചോലണം. അങ്ങനെ ഇയാളതാ മരണത്തിന്റെ ശേഷം പിന്നെയും മൗലിദിൽ വിശദീകരിക്കുകയാണ്, ഇത് അറബിയിൽ വായിക്കുന്ന ഉമ്മ, ഇത് അറബിയിൽ വായിക്കുന്ന പെങ്ങളെ, ഇത് അറബിയിൽ വായിക്കുന്ന പരിസരവാസികളെ, നിങ്ങൾക്കറിയാമോ എന്താണ് ഇതിൽ പറയുന്നതെന്ന്? അവസാനം ഈ കച്ചവടക്കാരനതാ ഈ സിറാജുദ്ദീന്റെ മരണത്തിന്റെ ശേഷം ഇയാളൊരു കുടുക്കിൽപ്പെട്ടു. എവിടെയോ കുടകിലേക്ക് പോയപ്പോൾ ശത്രുക്കൾ ഇയാളെ പിടിച്ചു വെച്ചോ, ബന്ധനസ്ഥനാക്കി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പാർപ്പിച്ചോ. മരണം ഉറപ്പായി. ഏറ്റവും വലിയ അപകടഘട്ടത്തിൽ അതാ ഫനാദ ശൈഖ ബിദാലികൽ ഇസ്മി, ഇദ്ദേഹം ഓർത്തു, എന്നോട് സിറാജുദ്ദീൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞത്? എന്നോട് സഈദ് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞത്? നിനക്ക് പ്രയാസം വന്നാൽ എന്നെ വിളിച്ചോ. ഒരു മുസ്ലിം അത് പറയുമോ? നേതാവായ ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും തന്റെ അടുത്താനിയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞുവോ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞുവോ? അതേ പ്രയാസമുള്ള സമയത്ത് പോലും വിഷമിക്കണ്ട സിദ്ദീഖേ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, റബ്ബ് നമ്മുടെ കൂടെയുണ്ട്, ദുഃഖിക്കരുത്, പ്രയാസപ്പെടരുത്. ജീവിതകാലത്ത് ആ വസിയത്ത് കൊടുത്ത് വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത് ആയത്തും പഠിപ്പിച്ച് വഫാത്തായി പോയ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഈ രൂപത്തിൽ കഥകൾ പ്രചരിപ്പിക്കുന്ന ആളുകളെ, നിങ്ങൾക്കെന്ത് ബന്ധമാണുള്ളത്? സുന്നത്ത് ജമാഅത്തിനോടെന്ത് ബന്ധമാണുള്ളത്? സ്വഹാബത്തിനോടെന്ത് ബന്ധമാണുള്ളത്? ഈ മനുഷ്യനതാ ആ കുടുക്കിൽപ്പെട്ട നേരത്ത് ഇയാളെ വിളിക്കുന്നു.